ഹലോ, ഞാൻ കുറച്ച് സോപ്പ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. എന്തിനാണ് വാങ്ങിയത് എന്നുള്ളതും കൂടി പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ 1 2 3 4 5 6 സോപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് എന്തിനാണ് വാങ്ങിയത്, ഇത് 100 രൂപക്ക് ഇങ്ങനെ 6 കിട്ടുന്ന സോപ്പാണ് കേട്ടോ. പല പല സ്മെല്ലുള്ള സോപ്പാണ് കേട്ടോ. ഒന്ന് ലൈമാണ്, ഒന്ന് മഞ്ഞൾ സോപ്പാണ്, ഒന്ന് റോസാണ്, പിന്നെ ഒന്ന് പപ്പായ സോപ്പാണ്. അങ്ങനെ ഓരോ സ്മെല്ലിൻ്റെ സോപ്പുകളാണ് കേട്ടോ, ഓരോ ഫ്ലേവറിലുള്ള സോപ്പുകളാണ്. 80 ഗ്രാമിൻ്റെ സോപ്പുകളാണ് കേട്ടോ. 20 രൂപയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ഇത് 100 രൂപക്കാണ് വാങ്ങിയത്. നമുക്ക് നമ്മൾ ഈ സോപ്പ് ഒന്ന് പൊട്ടിച്ച് കവറൊന്ന് എടുത്തിട്ട് നോക്കട്ടോ, സോപ്പ് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് ഞാൻ എന്തിനാണെന്ന് പറഞ്ഞു തരാം. സാൻഡൽ സോപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ തുറക്കുന്നത് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കവറിന്ന് എടുക്കുകയാണ്. എന്താ നല്ല ഉള്ളിലൊരു കവറും കൂടി ഉണ്ട്, ഉള്ളിലത്തെ കവറിന്ന് കൂടി ഞാൻ എടുക്കാം കേട്ടോ. നല്ല സ്മെല്ലുണ്ട് കേട്ടോ സോപ്പ്. ഇങ്ങനെയാണ് കേട്ടോ സോപ്പ് വരുന്നത്. സോപ്പിന് പേരും ഇതൊന്നും എഴുതിയിട്ടില്ല. നല്ല ചന്ദനത്തിൻ്റെ മണം കേട്ടോ. സന്തൂർ സോപ്പൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെയൊക്കെ ഒരു നല്ല മണം ഉണ്ട് കേട്ടോ. ഇനി ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് കവറിന് എടുത്തങ്ങോട്ട് കടുത്തിട്ട് ഒരു സോപ്പും കൂടി കാട്ടിത്തരാം. അപ്പോൾ ഈ സോപ്പ് ഞാൻ അതിൽ നിന്ന് എടുക്കാൻ കേട്ടത്. നല്ല കവറിലാണ്, നല്ല വൈറ്റ് കളറാണ്, നല്ല നല്ല സ്മെല്ലുണ്ട് കേട്ടത്. ഇനി അടുത്ത് ഇതാ പപ്പായ സോപ്പാണ് കേട്ടോ. അത് ഞാൻ എല്ലാം കൂടി ഞാൻ പൊട്ടിക്കണില്ല. അപ്പോൾ ഞാൻ ഈ സോപ്പ് ഇതിന് ഉപയോഗിക്കണമെന്ന് കൂടി പറഞ്ഞു കേട്ടോ. നമ്മളെ വീട്ടിൽ നിന്ന് മാക്സികളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വാഷ്, പിന്നെ നമ്മളെ താഴെയുള്ള ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്യാനും, അതേപോലെ നമ്മളെ ഷാളുകൾ ഉണ്ടാവില്ലേ കളറ് പോകുന്നതൊക്കെ, അങ്ങനത്തെ ഒക്കെ വാഷ് ചെയ്യാനും, പിന്നെ കുട്ടികളുടെ ഡ്രസ്സ്, നമ്മൾ പുതിയ പുതിയ ഡ്രസ്സൊക്കെ അല്ലേ, അതൊക്കെ വാഷ് ചെയ്യാനാണ് കേട്ടോ ഞാനിത് ഉപയോഗിക്കൽ. അതുപോലെ നമ്മളൊക്കെ കുട്ടികളുടെ പാത്രങ്ങളൊക്കെ കൊടുത്തു വിടുന്ന തുടക്കുന്ന ടവലുണ്ടാവുമല്ലോ, അത് വാഷ് ചെയ്യാൻ, അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെയാണ് ഉപയോഗിക്കൽ. അപ്പോൾ ഈ സോപ്പ് വെച്ചിട്ട് ഇതൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കയ്യിനൊന്നും വലിയ കേടും ഉണ്ടാവില്ല. മറ്റേ സോപ്പ് കൊണ്ട് സാധാ വാഷിംഗ് സോപ്പില്ല, അതൊക്കെ ഉപയോഗിച്ച് എൻ്റെ കയ്യിൽ എനിക്ക് ഭയങ്കര ഒരു ഇടങ്ങേറാണ് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ സോപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് വാഷ് ചെയ്യുന്നത്. പിന്നെ ഞാനുണ്ടല്ലോ, നമ്മുടെ പാത്രം കഴുകുന്ന ഡിഷ് വാഷില്ലേ, അത് കഴിഞ്ഞാലും ഞാൻ ചിലപ്പോൾ ഇത് ഉപയോഗിക്കലുണ്ട് ഈ സോപ്പ്. ആദ്യമൊക്കെ കരുതിയെന്ന് ഇങ്ങനത്തെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പാത്രം കഴുകി കഴിഞ്ഞാൽ നല്ല സ്മെല്ലുണ്ടാവും പാത്രത്തിന്, ഭക്ഷണത്തിനൊക്കെ ആ ടേസ്റ്റ് വരും എന്നൊക്കെ പേടിണ്ടായിരുന്നു. പക്ഷെ അതൊന്നുമില്ല കേട്ടോ, അതൊന്നുമില്ല. നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. പാത്രമൊക്കെ എപ്പോഴും ഞാൻ ഉപയോഗിക്കലില്ല കേട്ടോ, കയ്യുമ്പോൾ കുടുങ്ങുമ്പോൾ മാത്രം. അപ്പോൾ കയ്യിനൊക്കെ ഇങ്ങനെ വാഷ് ചെയ്യുമ്പോഴൊക്കെ പ്രശ്നങ്ങളില്ലവർ ഇങ്ങനത്തെ സോപ്പ് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്താൽ നമ്മളെ തുണികളും കേട് വരില്ല, നമ്മളെ കയ്യിനും നല്ലതേക്കാണ് കേട്ടോ. അപ്പോൾ ഓക്കേ.